സ്റ്റാർട്ട് കോമഡി ആക്ഷൻ നോൺ സ്റ്റോപ്പ് ചിരിമേളത്തിന്റെ ഇന്നത്തെ അതിഗംഭീര എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തേത് നമ്മളുടെ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. കാരണം ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നിറഞ്ഞ ചിരിയുടെയും തമാശയുടെയും പുതുലോകം നമുക്ക് കാട്ടിത്തന്ന ആ ഒരു കലാകാരൻ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിലൂടെയും മനോഹരമായ മിമിക്രിയിലൂടെയും മലയാളികൾക്ക് പ്രിയങ്കരനായ ഒരു അതുല്യ കലാകാരൻ. കോമഡി സ്റ്റാർസ് എന്ന ഒറ്റ പ്രോഗ്രാമിലൂടെ മാത്രം നമ്മുടെ വീടുകളിലെല്ലാം ഒരംഗത്തെ പോലെ നമ്മൾ നെഞ്ചിലേറ്റിയ ആ ഒരു വ്യക്തിത്വം സ്റ്റേജ് ഷോകളിലും സിനിമകളിലും ഒരുപോലെ തന്നെ വിസ്മയം കാണിക്കുന്ന ആ ഒരു കലാകാരൻ, ആ ഒരു അതുല്യ പ്രതിഭ, പന്തളത്തിന്റെ അതുല്യ പ്രതിഭ, നമ്മളുടെ പ്രിയ താരം ഉല്ലാസ് പന്തളം. ശ്രീ ഉല്ലാസ് പന്തളമാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. നിറഞ്ഞ കയ്യടികളോടെ സ്റ്റാർട്ട് കോമഡി ആക്ഷൻ നോൺ സ്റ്റോപ്പ് ചിരിമേളത്തിലേക്ക് അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഉല്ലാസ് ചേട്ടാ, വെൽക്കം. ഉല്ലാസ് ചേട്ടാ, അങ്ങനെ 6 മാസത്തെ ആ ഒരു ഇടവേളയ്ക്ക് ശേഷം ചില കളികൾ പഠിപ്പിക്കാനും ചില കളികൾ കാണിക്കാനും അത് ലാലേട്ടന്റെ ഡയലോഗാണ്. അത് എന്നെ ചേർത്ത് പറഞ്ഞാൽ എന്നെ പൊങ്കാലി ഞാനൊരു പഞ്ചിന് വേണ്ടിട്ട് അങ്ങനെ ഒരു ഇതിലങ്ങോട്ട് പറഞ്ഞു പോയത് ഉല്ലാസേട്ടാ. എന്തായാലും ഇല്ല, എന്തായാലും ഉല്ലാസേട്ടാ വളരെ സന്തോഷം. കാരണം എന്താന്ന് വെച്ചാല് ഉല്ലാസേട്ടന്റെ ആ ഒരു തിരിച്ചുവരവ്, ആ ഒരു റീ എൻട്രി എന്ന് പറയുന്നത് നമ്മുടെ സാധാരണക്കാരുടെ നമ്മുടെ സ്വന്തം ചാനലായ ദൂരദർശനിലൂടെയാണ് ഉല്ലാസേട്ടന്റെ ആ ഒരു റീ എൻട്രി. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊരു ഇരട്ടി മധുരമാണ്. ഉല്ലാസേട്ടൻ എന്താണ് പറയാനുള്ളത്? ഭയങ്കര സന്തോഷം. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാം. 6-7 മാസമായി ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു. കാരണം ഈ അസുഖമൊക്കെ വന്നതിന് ശേഷം 7 മാസമായി. അപ്പോൾ എൻ്റെ ഈ രോഗാവസ്ഥയിൽ ഞാൻ 6 മാസമായി വീട്ടിൽ ഇരിക്കുകയായിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ ഈ രോഗാവസ്ഥയെ അറിഞ്ഞിട്ടും എനിക്ക് ഇവിടെ ഈ വേദി തന്ന നമ്മുടെ പ്രിയപ്പെട്ട സാധാരണക്കാരുടെ ചാനലായ ദൂരദർശനോട് നന്ദി ഞാൻ ഈ അവസരം ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇന്ത്യയിലെ എനിക്ക് തോന്നുന്നല്ല ഇന്ത്യയിലെ ആദ്യത്തെ ദൃശ്യമാധ്യമമാണ് ദൂരദർശൻ. ഇപ്പോഴും ദൂരദർശൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു മ്യൂസിക് ഉണ്ട്, വാർത്ത. അതുപോലെ തന്നെ എല്ലാ ദിവസവും ശനിയാഴ്ച എൻ്റെ ചെറുപ്പത്തിൽ നമ്മൾ കാത്തിരിക്കും. എന്താണെന്നറിയും, ശനിയാഴ്ച വൈകുന്നേരം മലയാള സിനിമയുണ്ട്. അതിൽ കൂടെയാണ് സത്യൻ മാഷ് എന്ന് പറയുന്ന അതുല്യ കലാകാരനെ കാണാനുള്ള ഭാഗ്യമുണ്ടായതും അദ്ദേഹത്തിൻ്റെ സിനിമ നീലക്കുയിൽ, കള്ളിച്ചെല്ലമ്മയൊക്കെ സിനിമ കാണേണ്ടത് ഈ ദൂരദർശൻ ചാനലിലൂടെയാണ്. അതുപോലെ വ്യാഴാഴ്ച കാത്തിരിക്കും ചിത്രഗീതം കാണാൻ, അതും ദൂരദർശനാണ്. ഞായറാഴ്ച രംഗോലി, ചിത്രഹാർ, അങ്ങനെ ജനകീയമായ ഒരുപാട് പരിപാടികൾ, തിരനോട്ടം എല്ലാം കണ്ടത് എല്ലാം നമ്മൾ ഇതിലൂടെയാണ്. ആ ഒരു ചെറിയ പെട്ടി ആ നീലക്കൂലൊക്കെ കണ്ടപ്പോൾ കണ്ണ് അറിയും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അന്ന് നമ്മുടെ വീട്ടിലൊന്നും TV ഇല്ല. അപ്പോൾ അടുത്ത വീട്ടിൽ അവർ TV എടുത്ത് അവരുടെ മുറ്റത്ത് നമ്മളിരിക്കും. അവിടെ ഇങ്ങനെ കൊണ്ട് ഡെസ്കിൻ്റെ മേശയുടെ മണ്ടയ്ക്ക് വെക്കും. അപ്പോൾ നമ്മൾ മുറ്റത്തിരുന്ന് ഇങ്ങനെ കണ്ടിട്ട് പോകും. അങ്ങനെ ഒരു സംവിധാനം അവർ ചെയ്തു തരും എല്ലാ ശനിയാഴ്ച സിനിമ കാണാനായിട്ട്. ചേട്ടാ ഭയങ്കര നോസ്റ്റുള്ള ശരിക്കും ഇപ്പോഴത്തെ ഉള്ള ഒരു 2K കിഡ്സിനൊക്കെ ശരിക്കും ഇതെല്ലാം കേൾക്കുമ്പോൾ അല്ലേ എന്താണെന്നൊന്നും അവർക്ക് ഒരു ഐഡിയ കിട്ടൂല. പക്ഷെ അതൊക്കെ നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ഇതൊക്കെയാണ് ആദ്യമായിട്ട് കണ്ടു വളർന്നത്. ദൂരദർശനിലുള്ള പരിപാടിയും അങ്ങനെ ചാനലിൽ നമുക്ക് ഏതെങ്കിലും ഒരു കാലത്ത് ഈ ചാനലിൽ ഒന്ന് വരാൻ പറ്റുമോ എന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്ത് എനിക്കിപ്പോൾ ദൂരദർശനിലും വരാൻ പറ്റി. അതും ഈ അവസ്ഥയിൽ എന്നെ സഹായിച്ച ദൂരദർശന ഹൃദയംഗമായ നന്ദി ഞാൻ ഈ അവസരത്തെ അറിയിക്കുകയാണ്. ചേട്ടാ വളരെയധികം സന്തോഷം. എന്തായാലും ചേട്ടൻ്റെ തിരിച്ചു വരവ് എന്തായാലും ഞങ്ങളുടെ സ്വന്തം ചാനൽ ദൂരദർശനിലൂടെ ആയത്. എന്തായാലും ചേട്ടാ ഞങ്ങൾക്ക് ഇതൊരു ആഘോഷം തന്നെയാണ് ചേട്ടൻ ഇവിടെ തിരിച്ചു വന്നതും. എന്താണെന്ന് വെച്ചാൽ മിമിക്രിക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ് ചേട്ടൻ. അതേപോലെ തന്നെ ടെലിവിഷൻ ചാനൽ നിറ സാന്നിധ്യമാണ്. കുറേയധികം മൂവീസ് ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ചേട്ടാ. അപ്പോൾ എന്തായാലും നമ്മളുടെ ഈ ഒരു സ്റ്റാർട്ട് കോമഡി ആക്ഷൻ നോൺ സ്റ്റോപ്പ് ചിരിമേളം എന്ന് പറയുന്നത് ഫുൾ ഓൺ ഇങ്ങനെ ഒരു കോമഡി സ്കിറ്റ്സും ഹാസ്യവും എല്ലാം കൂടി നിറഞ്ഞ ഒരു സംഭവമാണ്. അപ്പോൾ എന്തായാലും ചേട്ടൻ ഇത് എൻജോയ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് ആദ്യത്തെ സ്കിറ്റിലേക്ക് അങ്ങ് പോയാലോ ചേട്ടാ? ചേട്ടന് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്നപ്പോഴേ മോശമാകത്തില്ല. കാരണം എന്താണെന്നറിയോ, ഞാൻ കണ്ട് പരിചയങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ച ഒരുപാട് മുഖങ്ങൾ ഞാൻ കണ്ടു. അവർ റിഹേഴ്സൽ ചെയ്യുന്നതാണ്, അവരുടെ സ്കിറ്റുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവരിന്ന് റിഹേഴ്സൽ ചെയ്യുന്നത് കണ്ടു. അപ്പോൾ ഒന്നും മോശമാവില്ല. കാരണം എല്ലാം നല്ല ടീമുകളാണ്, ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള ആളുകളാണ്, എനിക്കറിയാവുന്ന ആളുകളാണ്, അവരുമായിട്ട് സഹകരിച്ചിട്ടുള്ളതാണ്. ചേട്ടന് പരിചയമുള്ള അതുകൊണ്ട് എനിക്ക് ടെൻഷനില്ല. ഇത് അടിപൊളിയായിരിക്കും പിന്നല്ല. അപ്പൊ എന്തായാലും നമ്മളുടെ ആദ്യത്തെ സ്കിറ്റിലേക്ക് നമ്മൾ കടക്കാൻ വേണ്ടി പോവുകയാണ്.
സ്റ്റാർട്ട് കോമഡി ആക്ഷൻ നോൺ സ്റ്റോപ്പ് ചിരിമേളത്തിന്റെ മറ്റൊരു അത്യുഗ്രൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിരിയുടെ മാലപ്പടക്കം സൃഷ്ടിക്കാനായി നമ്മുടെ ടീംസ് എല്ലാവരും ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താ ഒരു ബഹളം, കുറെ നേരമായില്ല തുടങ്ങിയിട്ട്. ഇവിടെ ആരും ഇല്ലേ? ഉണ്ടല്ലോ. നിങ്ങളെ ഞാൻ കണ്ടെത്തിയില്ലല്ലോ. എന്നെ മനസ്സിലായില്ല. ഇല്ല. ഉഗ്രൻ ചവറ. അല്ല, അത് ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. ഇവിടെ കുറെ അധികം ഉഗ്രനായിട്ട് ചവറുണ്ട്. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ആ മൂലയ്ക്ക് പോയിട്ടേ എല്ലാം കൂടി ഒന്ന് കൂട്ടി കത്തിച്ചോ. തമാശ പറഞ്ഞാ? അല്ല, ഞാൻ സീരിയസ്ലി പറഞ്ഞതായിരുന്നു. സീരിയസ് അല്ല, തമാശ ആയാലും. നിങ്ങൾ ഉദ്ദേശിച്ച ചവറല്ല ഇത്. അല്ല, എന്റെ പേര് ഉഗ്രൻ, എന്റെ സ്ഥലം ചവറ. അങ്ങനെയാണ് ഉഗ്രൻ ചവറ എന്ന് പറഞ്ഞത്. ഞാൻ ഇവിടുത്തെ പുതിയ സെക്യൂരിറ്റിയാ. ചേട്ടൻ പുതിയ സെക്യൂരിറ്റിയാണ്. വെറുതെ അല്ല ഞാൻ കാണുന്നത്. ചേട്ടൻ ഇതിന് മുന്നേ എവിടെയായിട്ടായിരുന്നു? മുമ്പ് ഞാൻ വെളിയിൽ നിൽക്കുകയായിരുന്നു. എന്നെ ആരിലും വിളിക്കാതെ ഞാൻ അകത്തോട്ട് വരില്ല. ഞാൻ എന്റെ സ്ഥാനത്ത് ഞാൻ നില മറന്ന് പെരുമാറുന്ന ആളല്ല. എന്റെ പൊന്നു ചേട്ടാ, അതല്ല ഞാൻ ചോദിച്ചത്. ചേട്ടൻ ഇതിന് മുന്നേ ചേട്ടൻ എന്തായിരുന്നു ജോലി എന്നാ ചോദിച്ചത്. അപ്പൊ അങ്ങനെ ഒരു 10-25 വർഷം ഞാൻ. ചേട്ടാ, ഇതെന്താ ഇത്? ഞാൻ ഇപ്പോഴും ശ്രദ്ധിച്ച ഈ ഒരു വടി എന്താ ഇത്? അതായത് ഞാൻ ഈ വടി കൊടുത്ത് അടി മേടിക്കുന്ന ഒരാളാണ്. ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ഞാനൊന്ന് മത്സരിച്ചു. ശരി, എന്നിട്ട് ചേട്ടൻ ജയിച്ച? കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവരാണ് എന്റെ ഹീറോസ്. ചുരുക്കി പറഞ്ഞ ചേട്ടൻ തോറ്റു. തോറ്റത് പോട്ടെ, അവരെന്നെ ഈ കോലത്തിലാക്കി. അയ്യോടാ പാവം. ചേട്ടാ, എന്തോ നമുക്കുണ്ടല്ലോ ഇങ്ങനെ കുറെ, അതായത് യോഗ, മാർഷൽ ആർട്സ്, അങ്ങനത്തെ കുറെ കലകളുണ്ടല്ലോ. അതായത് നമ്മൾ എല്ലാവരും എന്തെങ്കിലും അറിഞ്ഞിരിക്കണം. അതായത് കുൻഫു, കരാട്ടെ, അങ്ങനെ കുറെ അധികം കാര്യങ്ങളുണ്ട്. ഇപ്പൊ വീട്ടിലെ വീട്ടമ്മമാരായാലും കുട്ടികളായാലും ആണുങ്ങളായാലും എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കണം ഈ ഒരു കാലഘട്ടത്തിൽ. ഇവിടെ എന്തെങ്കിലും കസർത്ത് അറിയാമോ? ഞാൻ രാവിലെ 6 മണിയാകുമ്പോൾ എഴുന്നേരും. 6 മണിക്ക്. എന്നിട്ട് എൻ്റെ ഒരു റൂട്ടീൻ എന്താന്ന് വെച്ചാൽ, ഞാൻ അതായത് കൈ ഇങ്ങനെ താഴെ വെക്കും, എന്നിട്ട് തല ഇങ്ങനെ കീഴ്പോട്ട് കാലൊക്കെ മേലെ വെച്ചിട്ട് ഞാൻ അങ്ങനെ നിൽക്കും കുറച്ചു നേരം. അപ്പം എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബ്ലഡ് ഉണ്ടല്ലോ, ചോര ഇങ്ങനെ താഴത്തേക്ക് നമ്മുടെ തലയിലേക്ക് ഇങ്ങനെ വരും, താഴത്തേക്കായിട്ട് ഇരച്ചു കയറും. അതങ്ങനെ സ്വാഭാവികം. അതായത് ഒന്നുമില്ലാത്ത ഭാഗത്തോട്ട് ഇങ്ങനെ ഈ ദ്രാവകങ്ങൾ ഇങ്ങനെ ഒലിച്ചിറങ്ങും, ഇരച്ചു കയറും. ചേട്ടാ, അങ്ങനെയല്ല, അങ്ങനെ കളിയാക്കല്ലേ. ഇത് നമ്മളുടെ ബ്രെയിൻ ഫ്രഷ് ആവാനും ബ്രെയിൻ ഡെവലപ്മെന്റിനും നമുക്കിങ്ങനെ ഫ്രഷ് ആയിട്ട് ചിന്തിക്കാനൊക്കെ ഓർമ്മശക്തിക്കൊക്കെ അടിപൊളി സംഭവമാണ്. സ്ഥിരം ചെയ്യുന്നുണ്ടോ? തീരും. ഞാൻ എല്ലാ ദിവസവും എന്റെ ഒരു റൂട്ടീൻ ഞാൻ പറഞ്ഞു, രാവിലെ. അതുകൊണ്ടാണ് ഒരു സാധനം 16 ടേക്ക് എടുക്കുന്നത് ഇവിടെ. ചേട്ടാ കളിയാക്കല്ലേ. എന്നാ പിന്നെ ഓർമ്മശക്തിയാണ്. നല്ല ഓർമ്മശക്തി ചേട്ടാ പോടുന്നു. ഇതേപോലത്തെ യോഗ, മെഡിറ്റേഷൻ എന്തെങ്കിലും ചേട്ടൻ ചെയ്യാറുണ്ടോ? ഈ വയറും വെച്ചോണ്ട്. എന്തായാലും ചേട്ടൻ ഇത് പറ്റിയില്ലെങ്കിൽ ഞാൻ വേറൊരു ആയോധന കല ചേട്ടന് പരിചയപ്പെടുത്തി തരാം. ഇവിടെ നല്ലൊരു അടിപൊളി നമ്മുടെ കളരി ഗുരുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ ഒരു അടിപൊളി കളരി ഗുരുക്കളാണ്. അപ്പോ കളരിയിലേക്ക് നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ? അങ്ങനെയാണെങ്കിൽ നല്ലൊരു ചേഞ്ച്, നല്ലൊരു മാറ്റം എന്തായാലും ചേട്ടനുണ്ടാവും. കളരി ഗുരുക്കൾ ഇവിടെ ഉണ്ട് ചേട്ടാ. ഗുരു ആവൂല ചേട്ടാ, ഒരിക്കലും ഇല്ല. എന്നെ 100% ചേട്ടന് വിശ്വസിക്കാം. നമുക്ക് എന്തായാലും ആ ഒരു ഗുരുക്കളുടെ അടുത്ത് പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കിയാലോ? കണ്ടിട്ട് പറയാം. ആദ്യം ഗുരുക്കളെ ഒന്ന് കാണട്ടെ. അതെ. ഒരു കളരിയാശാനാണ് അത്രേ കളരിയാശാൻ. നീണ്ട 10 വർഷം ഒറ്റയായ ജീവിതം. ഒരു വിധവനായി ജീവിക്കുന്നതിന്റെ വേദന മറ്റാർക്കും അറിയത്തില്ല. 2 ആമക്കളെ തന്നു, ഒരു പ്രയോജനമില്ല. ആകപ്പാടെ ഒരു കഷ്ണം പുട്ടുണ്ട്, അത് 2 പേരും കൂടെ അങ്ങ് വെട്ട്. അതിനാണ് 2 എണ്ണം കിടന്ന് ഈ അംഗം വെട്ട്. നീയൊക്കെ ആഹാരത്തിന് വേണ്ടി കിടന്ന് അംഗം വെട്ടി 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 ഞാൻ പട്ടിണി കിടന്ന് ആവാറായി. അത് ശരി, 2 മക്കൾ വരുന്ന സ്വന്തം അച്ഛൻ്റെ അടുത്ത് വയ്ക്കുന്നു, പരിചയമുണ്ടോ? അതല്ല, പിന്നെ അംഗം വെട്ടാൻ പോകാനുള്ള പരിചയം ഉണ്ടാകുന്നു. അതല്ലയോളാ കഴിഞ്ഞ ആഴ്ച നീയൊക്കെ എടുത്ത് ആക്രിക്ക് കൊടുത്ത് പുട്ടും പാലും മുട്ടയൊക്കെ മേടിച്ച് തിന്നത്. ശരിയാണ്. ഞങ്ങൾക്ക് എത്ര വയസ്സായെന്നറിയാമോ? എനിക്ക് 44. എനിക്കാണെങ്കിൽ 40. ഞങ്ങളുടെ കല്യാണം നടത്തുന്ന കാര്യം അച്ഛൻ എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടോ? എടാ, ഈ ലോകത്ത് ഇതുവരെ അയ്യനും ചേട്ടന്മാരും തമ്മിൽ കല്യാണം കഴിച്ചിട്ടില്ല. അതല്ല ഞാൻ പറഞ്ഞത്, ഞങ്ങളെ കെട്ടിക്കുന്ന കാര്യത്തിൽ അച്ഛൻ വല്ല തീരുമാനമുണ്ടോ? ആദ്യം നീയൊക്കെ നേരെ വന്ന് ഒന്ന് കച്ച കെട്ടാൻ പിടിക്കും, പിന്നെ മതി അച്ഛയെ കിട്ടുന്ന കാര്യം. മനസ്സിലായല്ലോ മക്കളെ? 2 പേരും വെച്ച് വന്നേ. അച്ഛന് തീരെ വയ്യാതെ വരുവാ. ഇന്നോ നാളെയോ ഞാൻ പറയുന്നില്ല, അങ്ങോട്ട് പറയിക്കും. നമുക്ക് തുടങ്ങാം. ഇടത് മാറി, വലത് മാറി, ഇടത് മാറി,
വലത് മാറി ഇടത് മാറി. നിർത്തച്ചാ, അച്ഛൻ ഈ വർഷാവർഷം ഇടതും വലതും മാറിയാ മതിയോ? സത്യം പറഞ്ഞാൽ അച്ഛൻ ഇപ്പൊ ഏത് പാർട്ടിയിലാ? അതെ, ഞാനിപ്പോ സ്വതന്ത്രൻ. പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. എടാ, നീണ്ട 10 വർഷം. അച്ഛാ 10 വർഷം അച്ഛനാ പിടിച്ചു നീട്ടുന്നത്. അതെ. എടാ മക്കളെ, കളരിയിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ട എന്താണ്? ഫസ്റ്റ്. പോയില്ലടാ അങ്ങോട്ട്. ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി കേട്ടോ. ഓക്കെ. തിരിവ്, ഒഴിവ്, തിരിവ്, ഒഴിവ്. ആ ഒഴിവിന്റെ കാര്യം പറഞ്ഞപ്പോഴാ അച്ഛൻ നാളെ ബിവറേജ് ഒഴിവാ. എടാ, നീ തിരിവ് ഒഴിവെന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? എനിക്കറിയാം. എന്തുവാ? ആ തിരിവിന്റെ അവിടെയല്ലേ നമ്മളെ ബിവറേജ്, അത് ഒഴിവെന്നാ ഞാൻ പറഞ്ഞത്. നിനക്ക് എപ്പോഴും ഈ കുടിക്കുന്ന കാര്യമുള്ളടാ. ഈ കാര്യം അച്ഛൻ അങ്ങനെ പറയരുത്. അച്ഛൻ ഞങ്ങൾ മാത്രം കുടിക്കുന്നതാ. അത് കുഴപ്പമില്ലല്ലേ? അത് പറ്റൂല. അച്ഛനടുത്ത് ചൂടായി സംസാരിക്കുന്നു. ഇടത് മാറി വലത് നാറി. വലത് നാറിയാ? പിന്നെ അച്ഛൻ്റെ അടുത്ത് ഇത്രയും സംസാരിച്ചവനെ നാറിയെന്ന് വിളിക്കണ്ടേ? അവൻ ഇത്രയൊക്കെ എന്റെ അടുത്ത് ചൂടായിട്ട് സംസാരിച്ചിട്ട് നീ കേട്ടത് പോലും ഇല്ലല്ലോടാ. അല്ല, അവൻ നിർത്തിയിട്ട് ഞാൻ തുടങ്ങാന്ന് വിചാരിച്ചു. ശരി, മക്കളിഞ്ഞ് വന്നേ. എന്താ മക്കളെ, അച്ഛന് പ്രായമായി വരുവാ. അതെ. അച്ഛൻ ഇന്നോ നാളെയോ. ഞാൻ പറയുന്നില്ല, അവിടെ ചെന്നില്ലേ തുടങ്ങ്. ഇനി കറക്റ്റായിട്ട് ചെയ്യണം. ആടാവേ ആടാവേ ആടാവേ. നേരത്തെ അച്ഛൻ ഈ അടവ് അടവെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ഇതുവരെ ഞങ്ങൾ അത് പഠിപ്പിച്ചില്ല. നമുക്ക് എത്ര അടവുണ്ടെന്നറിയാവോ? നമുക്ക് എത്ര അടവെന്ന് അച്ഛനെന്ന് പറഞ്ഞേ. എത്ര അടവുണ്ട്? എന്തിന്റെ? 18 അടവുണ്ട്. അതറിയാലോ? അത് കളരിയിൽ 18 അടവുണ്ടെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. അറിയാലോ? ഞാൻ കളരിയിലെ 18 അടവിന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ നമുക്ക് ബാങ്കിൽ ഇനി 18 അടവുണ്ട്. അത് കൃത്യമായിട്ട് അടയ്ക്കണം. നാളെ തൊട്ട് ഇവിടെ നിന്ന് ഇറങ്ങി എന്തെങ്കിലും ജോലിക്ക് പോയിക്കോളാം. അറിയാലോ? അതുകൊണ്ട് ഇനി നമുക്ക് അങ്ങ് തുടങ്ങാം. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമില്ല. എല്ലാം ഓക്കെ ആണല്ലോ? മോതിരം. മോതിരത്തിന്റെ കാര്യം പറയണ്ട, അത് ഞാനാ കൊണ്ടുവന്ന് പണയം വെച്ചത്. അത് ഉടനെ എടുത്ത് തരാം. അത് എപ്പോഴും ഇങ്ങനെ ഉറപ്പിക്കണ്ട. പോയി നിന്ന് ചെയ്യണം അവിടെ. അവൻ വന്നേക്കുന്നു 12-ാം തീയതി എന്തോ പരിപാടി. 12-ാം തീയതി. അയ്യോ, ഞാൻ മറന്നിരിക്കുക. അച്ഛന്റെ ഓർമ്മശക്തി കാര്യം പറഞ്ഞാലേ അച്ഛന് കളരി ആശാരെന്നുള്ള കാര്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി. അച്ഛാ, 12-ാം തീയതി പ്രത്യേകത ഞാൻ പറയാം. നമുക്കൊരു അംഗം വെട്ടുണ്ട്. ശരിയാണല്ലോ, ഇപ്പഴാ ഞാനും ഓർത്തത്. അന്നാണ് മനുവിന്റെ കല്യാണം. രാവിലെ പോണം കേട്ടോ. പിന്നെ പായസം കിട്ടിയില്ലെന്ന് പറഞ്ഞ് അവിടെ കടന്ന് രണ്ടും കൂടെ അംഗം വെട്ടരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പോകുമ്പഴേ ഇതുകൊണ്ടായിരിക്കുന്ന ആ സ്റ്റീലിന്റെ വലിയ ഉണ്ടാവുണ്ടോ, അതെടുത്തോളം. അതാണ് അവിടെ പ്രസന്റേഷൻ കൊടുക്കാനുള്ളത്. അതെ, പ്രസന്റേഷൻ കൊടുക്കാനല്ല. പിന്നെ രാത്രി ഇവിടെ വന്ന് പട്ടിണി കിടക്കാനാണോ രണ്ടുപേരുടെ തീരുമാനം? അവിടെ പോയിട്ട് വന്നിട്ട് എനിക്ക് പാചകം ചെയ്ത് തരാൻ വയ്യ, അതിനകത്ത് വാരിയിട്ട് ചുമന്ന് കൊണ്ടുവരാൻ നമുക്ക്. എന്നാ പിന്നെ അടുത്തത് തുടങ്ങാം. പുതിയ അടവുകളായിരിക്കണം. പുതിയ അടവുകള്. ആശാനെ, ആരാത്? ഇത് ആശാന്റെ വീടല്ലേ? ഞാൻ തൊട്ടപ്പുറത്ത് പുതിയതായി താമസിക്കാൻ വന്നാണേ. ആണല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. ആണല്ലേ? ഈ കളരിയൊക്കെ പഠിപ്പിക്കുന്ന ഞാനും പഠിപ്പിച്ചു തുടങ്ങിയത്. ഞാനാണ് ആശാൻ. ഞാൻ സംസാരിക്കും. രണ്ടുപേരും മിണ്ടി പോരുന്നു. കളരി പഠിപ്പിക്കുന്നത് ഞാൻ തന്നെ. അഭ്യാസ മുറകളൊക്കെ പഠിപ്പിക്കുന്നത് ഞാൻ തന്നെ. നാറിയുണ്ടേ? ഞാൻ തന്നെ. അതല്ല, ഞാൻ എന്റെ ഭർത്താവിനെ പറ്റി പറഞ്ഞതാ. അയ്യോ, അവനാണോ നാറി? ആശാനെ ഭയങ്കര കഷ്ടത്തിലാണ്. എന്റെ ഭർത്താവ് എന്ന് വെച്ചാൽ മുഴുവൻ കുടിയനാ. ഏത് സമയത്ത് വന്ന് കുടിച്ചിട്ട് ഭയങ്കര പ്രശ്നമാണ്. എന്നെ ഒരു ജോലി എടുക്കാൻ സമ്മതിക്കില്ല. ഞാൻ ഈ പടക്കളയിൽ കയറി ഒരു ഭക്ഷണം ഉണ്ടാക്കാന്ന് വെച്ചോ, അങ്ങനെ സമ്മതിക്കത്തില്ല. തുണി അലക്കാന്ന് വെച്ചോ, അങ്ങനെ സമ്മതിക്കത്തില്ല. അതേപോലെ ഞാൻ തൂക്കാന്ന് വെച്ചോ, അങ്ങനെ സമ്മതിക്കത്തില്ല. മനുഷ്യൻ എല്ലാ പണി അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യണം. അയാളെ പറ്റിയാണോ ഇങ്ങനൊക്കെ പറയുന്നത്? അല്ല ആശാനെ, എനിക്കൊരു നേർന്ന പ്രശ്നം പറയാനുണ്ട്. മുളക് വെള്ളം വാരി കുടിച്ചു കാണും അല്ലേ? അല്ലെങ്കിൽ കുടിച്ചു കാണും. സ്ത്രീകളോട് ഇങ്ങനെ പെരുമാറാനാണോ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്? സ്ത്രീകളോട് മര്യാദയ്ക്ക് പെരുമാറണം, അച്ചടക്കം വേണം. കേട്ടല്ലോ? കേട്ടു. ആശാനെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. 18 വയസ്സ് എന്റെ കെട്ടി കഴിഞ്ഞു. എവിടെ വെച്ചായിരുന്നു? എല്ലാരും പോലെ തന്നെ കഴുത്തിൽ വെച്ചിട്ട്. പിന്നെ ആശാനെ, ഒരു പ്രശ്നം പറയാനുണ്ട്. പറയൂ. അത് ഞാൻ എങ്ങനെ പറഞ്ഞു തുടങ്ങണം എന്നാണ്. അങ്ങോട്ട് പറ. ഒന്നുമില്ല, നമ്മളൊക്കെ പെണ്ണുങ്ങളല്ലേ.
അതാശാനെ എന്നെ നടു ഉളുക്കിയിരിക്ക ഭയങ്കര വേദനയാ. അപ്പൊ ഒന്ന് തിരുമാൻ. ഞാൻ തിരുവിന്റെ ആളാ. ഞാൻ ഇന്നലെ പോയി കോവളത്ത്, മെനഞ്ഞാന്ന് പോയി എറണാകുളത്ത്, എല്ലായിടത്തും പോയി ഞാൻ തിരുമാറുണ്ട്. നിനക്ക് മുമ്പേ തിരുമ തുടങ്ങിയത് ഞാനാ. അരിയാർകുന്ന് സാറിന് നിങ്ങളെ രണ്ടുപേരും തിരുമല പഠിപ്പിച്ചത് ഞാനാണ്. ഞാനാണ് തിരുമലിന്റെ ആശാൻ. ഞാൻ പറയും. അങ്ങോട്ട് പറയില്ലേ? നീ ഇങ്ങോട്ട് പറഞ്ഞില്ലേ? വരൂ. അതാശാനെ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര നടുവേദനയാണ്. അപ്പം വേദന കൊണ്ട് ഒന്നും പറ്റുന്നില്ല. അപ്പൊ വീട്ടിലൊരു 10 തേങ്ങ ഉണ്ട്. ആശാൻ ഒന്ന് വന്ന് തിരുമ്പി തരൂ. ഇറങ്ങടി വെളിയില്. ഇറങ്ങടി വെളിയില്. 2 വട്ടം പറയണോ? ചമ്മീന്ന് അറിയാൻ മനുഷ്യനാ ചങ്ങള്. എന്ത് മനുഷ്യനാ നിങ്ങള്? ഞാൻ ചോദിക്കട്ടെ, എനിക്ക് തീരുമാനം അറിയാം, അത് തീരുമാനം അറിയാം. എച്ചൻ പിന്നെ തിരുമാൻ വയ്യെങ്കിൽ ഞങ്ങളെ ആരെങ്കിലും തീരുമാനിപ്പിക്കണ്ടായിരുന്നോ? ഞങ്ങൾ തിരുവില്ലായിരുന്നോ? ഒറ്റ ഇരിപ്പിന് നീ 10 തേങ്ങ തിരുമോ? ഇല്ല. നീ തിരുമോ? ഇല്ല. എന്നാ പിന്നെ പോവും. തുടങ്ങാം. അതിന് ഒരു കാര്യം പറയട്ടെ. എന്താ മക്കളെ 2 പേരും വാ. എന്താ മക്കളെ, അച്ഛന് പ്രായമായി വരുവാ. അറിയാച്ച അച്ഛൻ ഇന്നോ നാളെയോ. ഞാൻ പറയുന്നില്ല. ഓ, എന്ത് കിഴങ്ങന്മാരാകുമാര്. ഇന്നോ നാളെയോ ഇവന്മാരെ കൊണ്ട് ഒരു പെണ്ണ് കെട്ടിക്കാൻ വേണ്ടി ഒരു പെണ്ണ് കാണാൻ പോകുന്ന കാര്യം പറയാൻ വന്ന് അത് വേണ്ടെങ്കിൽ വേണ്ട. റീ എൻട്രി തിരിച്ചു വരുമ്പോൾ നമ്മുടെ ദൂരദർശൻ ചാനലിലൂടെയാണ്. സോ ഞങ്ങൾ എല്ലാവരും കൂടി അതൊരു ആഘോഷമാക്കാൻ വേണ്ടി പോവുകയാണ്. സോ എല്ലാവരും സെറ്റ് ആണല്ലോ? വൈബല്ലേ? അങ്ങനെയാണെങ്കിൽ നല്ലൊരു കയ്യടിയോട് കൂടി നല്ലൊരു ചിയറപ്പിൽ കൂടി നമുക്ക് ഉല്ലാസ് ചേട്ടൻ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്താലോ? ഉല്ലാസ് ചേട്ടൻ പ്ലീസ് വെൽക്കം. നല്ലൊരു കയ്യടി കൊടുക്കാൻ എന്തായാലും ഉല്ലാസ് ചേട്ടന്. ആദ്യത്തെ ഫൈറ്റ് ഉല്ലാസേട്ടന് തന്നെ. അപ്പോൾ ഈ ഒരു കേക്ക് കട്ടിംഗ് സെറിമണി നടന്നിരിക്കുകയാണ്. എന്തായാലും ഉല്ലാസേട്ടൻ്റെ ഒരു റീ എൻട്രി എന്താണ് തോന്നുന്നത് ഇപ്പോൾ? വളരെ സന്തോഷമാണ് തോന്നുന്നത്. കാരണം ഞാനൊരു 6-7 മാസമാകുന്നു വീട്ടിൽ തന്നെ ആയിരുന്നു രോഗാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട്. കഴിഞ്ഞ ഏപ്രിൽ 20-ാം തീയതിയാണ് എനിക്ക് സ്ട്രോക്ക് വന്നത്. അതിനുശേഷം പ്രോഗ്രാമിന് പോകാൻ പറ്റാതെയും ചികിത്സയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കൊരു റീ എൻട്രി തന്ന ദൂരദർശനും ഇതെല്ലാം എൻ്റെ സഹപ്രവർത്തകരാണ്. ഇവരോടെല്ലാം ഞാൻ സജി ഇവരോടെല്ലാം ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുള്ള ആളുകളാണ്. എൻ്റെ പ്രിയപ്പെട്ടവരാണ്. അപ്പോൾ അവരോടൊപ്പം രണ്ടാമത് ഒരു തിരിച്ചറിവിന് അവരോടൊപ്പം നിൽക്കാനും അവരോടൊപ്പം പങ്കുചേരാനും സാധിച്ചതിൽ വളരെ സന്തോഷം. പ്രത്യേകിച്ച് ദൂരദർശനുള്ള ഹൃദയമായ നന്ദി, 1000 നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് ഉല്ലാസേട്ടൻ. ഉല്ലാസേട്ടൻ പുലിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ എല്ലാവരും ഉല്ലാസേട്ടൻ്റെ ആ ഒരു തിരിച്ചു വരവിന് വേണ്ടി കാത്തിരിക്കണം. ഇനിയും എന്താ പറയുക, ഈ ഒരു TV ചാനലിൽ ഉല്ലാസേട്ടൻ്റെ ഒരു സാന്നിധ്യം വീണ്ടും പണ്ടത്തിനേക്കാളും സജീവമായിട്ട് ഇനി മുന്നോട്ടുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും താങ്ക് യു സോ മച്ച് ഉല്ലാസേട്ടൻ.